ഹനാൻഷയെ കാണാൻ വേണ്ടിയിട്ട് കാസർകോട്ടേക്ക് ഒത്തുകൂടിയ മനുഷ്യരെ നിങ്ങളെ കുറ്റം പറയാൻ ഞാനില്ല, അത്തരം കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനും ഞാനില്ല. പക്ഷേ അവിടെ പോകാൻ കാണിച്ച മനസ്സിൻ്റെ 1% ഇവിടെ വരാൻ നിങ്ങൾ കാണിക്കും. എൻ്റെ പിന്നിൽ നിങ്ങൾ ഈ കാണുന്ന പ്രേതാലയം പോലെയുള്ള ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. എൻ്റെയും നിന്റെയും ഒക്കെ നികുതിയിൽ നിന്ന് ഈടാക്കിയിട്ട് കെട്ടിയിട്ടുള്ള 50 കോടി രൂപയുടെ ഒരു സംവിധാനമാണ് ഇങ്ങനെ പ്രേതാലയമായിട്ട് ഇവിടെ ഇങ്ങനെ കാണുന്നത്. 1-2 രൂപയല്ല, 50 കോടി മുടക്കിയിട്ട് ഭാർഗവി നിലയം പോലെ അവിടെ ഒരു കെട്ടിടം പണിത് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചികിത്സ കിട്ടില്ല. ഒരു പനി വന്നാൽ വരെ ഇന്ത്യ മഹാരാജ്യം വിട്ട് വേറെ പല രാജ്യങ്ങളിലേക്ക് ഓടുന്ന മുഖ്യമന്ത്രിയാണ് രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന് ആരോഗ്യം വാഗ്ദാനം ചെയ്യുന്ന നേതാവ്. എന്ത് മാതൃകയാണ് അവിടെ ഉള്ളത്? ഒരു നേരം പനി വരുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ കിടക്കുന്ന മെഡിക്കൽ കോളേജുകളിലോ സഹകരണ ആശുപത്രികളിലേക്കോ കയറി ചെല്ലാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ടോ? അപ്പോൾ അവിടെ കാണാൻ വേണ്ടി ആളും ബഹളവും ഒക്കെ ആവുന്നതുകൊണ്ട്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ തങ്ങൾക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല. വലിയ വലിയ പ്രൈവറ്റ് സ്ഥാപനങ്ങളാവുമ്പോൾ അവിടെ ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അതായിരിക്കും പറയാൻ പോകുന്ന അടുത്ത ന്യായീകരണം. ജനജീവിതം അറിയണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലണം. അവിടെ അവരെങ്ങനെ സഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഒരു നേരം പനി വരുന്ന സമയത്തൊന്ന് പോയി നോക്കണം. സാധാരണക്കാരൻ യാത്ര ചെയ്യുന്നത് പോലെ രീതികളിലൂടെ ഒന്ന് നടന്നു നോക്കണം. അപ്പോഴേ അറിയുള്ളൂ എങ്ങനെയാ മുഖ്യന് ചന്തി വെക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ 1,10,00,000 രൂപേൻ്റെ കാറല്ലേ, അത്രയധികം പ്രഷ്യസ് ആയിട്ടുള്ള ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചന്തിക്ക് ഇത്രയധികം വിലയുണ്ടെന്നുള്ളത് കാറിൻ്റെ വില കേട്ടപ്പോഴാണ് മനസ്സിലായത്.